ഹലോ മച്ചാമാരെ, റൈഡർ സ്ലീറ്റ് ബോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് മച്ചാമാർ പല വീഡിയോകളുടെയും താഴെ കമൻ്റ് ആയിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, മച്ചാനെ എവിടെ നമ്മുടെ ഒരുപാട് പൈസ മുടക്കി പണിത പാശംബ്രോ എവിടെ, കുറേ നാളായല്ലോ കണ്ടിട്ട്, ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏകദേശം 3-4 മാസമായി കേട്ടോ വണ്ടി പണിതിട്ട്. അപ്പം 26,000-ഓളം രൂപ മുടക്കി വണ്ടി പണിതിട്ട് ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹിമാലയനാണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി യൂസിനും എല്ലാ ഹിമാലയനാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില വെച്ചിട്ട് നമ്മൾ ആ ഒരു ഹിമാലയൻ നമ്മുടെ ലോങ് റൈഡിനും കാര്യങ്ങൾക്കും മാത്രമാണ് കുറേ നാളുകൾ കൊണ്ട് എടുക്കുന്നത്. നമ്മുടെ ആൾക്കാരെല്ലാം ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് മൊത്തവും ലോങ് റൈഡിന് മാത്രമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് ഹിമാലയ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ചെക്കനെയാണെങ്കിൽ അത്യാവശ്യം ലോക്കൽ യൂസിന് മൊത്തം ചെക്കനെയാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയോ. അന്ന് നമ്മൾ ചെയ്തിട്ട് ഒരുപാട് യൂസ് ചെയ്തു കേട്ടോ, ഒത്തിരി യൂസ് ചെയ്തു. എന്നിട്ട് ഇപ്പോഴുള്ള പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ. വണ്ടി നന്നായിട്ട് കഴുകാനുണ്ട്. ഒരുപാട് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയത്തൊക്കെ പോയിട്ട് വന്നുകൊണ്ട് അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇരിപ്പുണ്ട്. വണ്ടി കഴുകാനുണ്ട്. പക്ഷേ എന്നാലും പെയിൻറ്റിൻ്റെ ആ ഒരു പെയിൻറ്റ് ഇതുവരെ മങ്ങയോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം പെയിൻറ്റിങ്ങിനും വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ടിലത്തെ ഫുഡ് പെഗ് ഇത് ലോക്കലായതുകൊണ്ടായിരിക്കാം അത് ഇളവിപ്പോയി ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈലൻസറിൻ്റെ മണ്ടയിൽ കൂടെയുള്ള ഗാർഡ് ഉണ്ടല്ലോ, ആ സൈലൻസറിൻ്റെ മണ്ടയിൽ കൂടെയുള്ള ഗാർഡ് കണ്ടത് ഇളവി ഇരിക്കുക. സാധനം നല്ല ചൂടുമായിരിക്കുക. സംഭവം നാട്ടെ ഇതിൻ്റെ നട്ട് പോയി. ഇനിയിപ്പോൾ ഇത് ഒന്ന് ശരിയാക്കണം. നമ്മൾ ഇനിയിപ്പോൾ കുറേ വണ്ടികളുടെ മൈലേജ് ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവനിപ്പോൾ എത്ര മൈലേജ് തരുന്നെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ചെറുതായിട്ട് എണ്ണ ലീക്ക് ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടിവശത്ത് എവിടെയോ ചെറുതായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പെയിൻറ്റ് പോയിട്ടുണ്ട് കേട്ടോ. വേറെ എവിടെയും പെയിൻറ്റ് പോയതായിട്ട് കാണാൻ പറ്റിയില്ല. അതേസമയം ഈ സൈഡിൽ വന്നിട്ട് ടാങ്കിന് ആ ഒരു ഭാഗത്തൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇവിടെങ്ങും എണ്ണയുടെ മയവും കാണുന്നില്ല. പെട്രോളിൻ്റെ മയവും കൈവച്ച് തടവി വെക്കുമ്പോൾ നമുക്കറിയാം കാണുന്നില്ല. മേടിച്ച് വെച്ച പാർട്സിൽ രണ്ടാമതായിട്ടാണ് ഈ ഒരു റബ്ബറൊക്കെ പോയി കേട്ടോ. 2 ഗ്ലാസിൻ്റെയും ഈ റബ്ബറും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ എന്തായാലും നമുക്ക് 5-ലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ മച്ചാമാരെ, മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വണ്ടി മൊത്തം പണിഞ്ഞിട്ട് പോയ ഷോപ്പാണ് കേട്ടോ. ചേട്ടാ എന്തുകൊണ്ട് ഓർമ്മയുണ്ടോ? തിരക്കിലാന്നോ? മറ്റേ അതിൻ്റെ ഒരു നെറ്റ് ഇളവിപ്പോയി കേട്ടോ. മറ്റേ സൈലൻസറിൻ്റെ ഗാർഡിൻ്റെ പിന്നെ ഒരു ഫുഡ് പെഗും പോയി. അതൊന്ന് മാറ്റണം. എന്തുകൊണ്ട് ഇവിടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് ചോദിച്ചോ? ഒരുപാട് പേര് വിളിച്ചോ? പണിയെല്ലാം കിട്ടിയോ? പക്ഷേ അയാൾക്ക് ഇയാളുടെ നമ്പറില്ല. നമ്പറില്ല, കക്ഷി എന്താ അങ്ങനെ നമ്പർ കൊടുക്കാത്ത. എന്റെ നമ്പർ അതിലിട്ട് ഈ വണ്ടി അയാൾക്ക് വേണം. ഈ വണ്ടി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞില്ല. അവര് അങ്ങനെ മോഹിച്ച് പണിഞ്ഞതാണ്. അത് കൊടുക്കത്തില്ല. എന്തായാലും ആശാനെ തിരിച്ചറിയുന്നുണ്ടല്ലോ ആൾക്കാർ. അത് തന്നെ സന്തോഷം. ഇതല്ലേ, ഇത് ഇടുമ്പോഴത്തേന് ഇങ്ങനെ ആയി പോകത്തില്ലേ? അല്ലേ, ഇത് കറക്റ്റല്ലേ? അവസാനം നമ്മൾ കണ്ടുകുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ മച്ചാമാരെ, ഈ ഫുഡ് റെസ്റ്റ് 74 രൂപയാണ് കേട്ടോ. അപ്പം ഈ ഫുഡ് റെസ്റ്റ് ഇതും കൂടെ 70 രൂപ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് കിടക്കുന്നിടത്ത് എന്തായാലും അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഇനി ആ പരിപാടി കഴിഞ്ഞു. ഇതുണ്ട്, ഇത് ഇവിടുന്ന് വെൽഡിങ് വിട്ടുപോയതാണ്. ഇവിടുത്തെ സാധനം ഈ വെൽഡിങ് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ ഈ ഒറ്റ ലോക്കിലും ഇതിലുമാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വീണില്ലെങ്കിൽ പണി കിട്ടും. വീണെന്ന് തോന്നുന്നു. എന്തായാലും പൊങ്ങി വരത്തില്ല. അല്ലേ ഇനി ഇത് അഴിച്ച് ഇവിടെ വെൽഡ് ചെയ്യേണ്ടി വരും.
ഇവിടെ നിളവേ പണി കിട്ടുമല്ലേ? ഇവിടെ ഒരു ലോക്കും അതും മാത്രമേ ഉള്ളൂ, അല്ലേ ഇനി അത് വെൽഡ് ചെയ്യിക്കാം. അപ്പോൾ മച്ചന്മാരെ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് നമ്മളെ വണ്ടി പണിഞ്ഞപ്പം പോലും ശ്രദ്ധിക്കാഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇളക്കി കളഞ്ഞിട്ട് പുതിയൊരു കിക്കറിൻ്റെ ഒരു ഇത് മേടിച്ചിടണം. പിടിച്ചപ്പോൾ തന്നെ എല്ലാം കൂടെ അതങ്ങ് ജാമായി പോയി കേട്ടോ. അതാണ് പണി കിട്ടിയത്. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തതാണ്, ചെറുക്കെ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് പുതിയൊരു റബ്ബർ മേടിച്ചിടണം. വേറെ പിന്നെ ഈ ടാങ്ങിൻ്റെ കാര്യം അവിടെ ആക്കാനാണ് കാണിക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉണ്ടോ അയ്യോ തുരുമ്പടിച്ച് ഇത്രയും ഭാഗം നോക്കി. അന്ന് നമ്മളത് പെയിൻ്റ് അടിക്കാൻ നേരത്ത് ഇതേ കണക്ക് ഇട്ടിട്ടാ പെയിൻ്റ് അടിച്ചത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇത്രയും തുരുമ്പുണ്ട് കേട്ടോ. അതൊരു വലിയൊരു നെഗറ്റീവ് സൈഡായി പോയി. ഇതാണ് 5ത്തെ സോസ്. ഇവിടെ ചോദിക്കാം, മറ്റിടത്തും ഇല്ലായിരുന്നു, നമ്മൾ പണിയെടുത്തില്ലായിരുന്നു. മച്ചാന്മാരെ നമ്മൾ റബ്ബർ മേടിച്ചിട്ടുണ്ട് കേട്ടോ, 10 രൂപ ആയിട്ടുള്ളൂ. അന്നത് കട്ട് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും തുരുമ്പിരിപ്പുണ്ട്. കയറ്റി ഇടുന്നതിന് റെസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഹെയ് ഹെയ് ഇത് നീളം കൂടുതലാണെന്നാണ് തോന്നുന്നത്. അയ്യോ കറക്റ്റാണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ തുരുമ്പൊന്നും അറിയത്തില്ല കേട്ടോ, ഇവിടുത്തെ ചെറുതായിട്ടേ ഉള്ളൂ. അത് നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇപ്പോൾ എന്തായാലും റബ്ബർ ഇട്ടിട്ടുണ്ട്, ആ ഒരു പോരായ്മ നികത്തിയിട്ടുണ്ട്. കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ അവരെ അപ്പോൾ സോഫിയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ പെയിൻ്റ് അടിച്ച കട. അവിടെ നല്ല വർക്കാണെന്ന് തോന്നുന്നു. എൻ്റെ മോനെ ഒരുപാട് ആളൊക്കെ ഇരിക്കുന്നുണ്ട്, ഒത്തിരി വർക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എണ്ണ അവിടെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ. പെയിൻ്റ് അടിക്കുന്ന അണ്ണ എവിടെ? അണ്ണ എവിടെ? അണ്ണൻ ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം കട മൊത്തം വണ്ടിയാന്നല്ലോ ഇത്. ഇതെന്താ സ്വർണ്ണമൊക്കെ അടിക്കുന്നുണ്ടോ? വിളിച്ചോ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട്? ഒരു 2-3 പയ്യന്മാർ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. ഒരു 200 ഒരു റെഡ് കൊണ്ടുവന്നായിരുന്നു, ഒരു അലുക്കുസായ വണ്ടി. അവൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടു വന്നേ. ഞാൻ പറഞ്ഞടാ തിരുവനന്തപുരത്ത് ഇത്ര ദൂരം, അതൊന്നും കുഴപ്പമില്ല അണ്ണാ, നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നത്. എന്നെ വിളിച്ചായിരുന്നു, അണ്ണ എല്ലാം ചെയ്ത് കിട്ടി എടുത്തോണ്ട് പോവാന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. നല്ല വൃത്തിയായിട്ട് ചെയ്തു. വേറെ എവിടെ നിന്നേലും വന്നായിരുന്നോ? എന്തായാലും കുറെ പേര് കണ്ടല്ലോ, അതന്നെ സന്തോഷം. ഇതിന്റെ ഈ 2 കൂടെ ഗ്യാപ്പിൽ കൂടെ വരുന്നില്ലേ? ഓ, അപ്പൊ അതുകൊണ്ടാണ് ഇത് മാത്രമായത്. ബാക്കി വണ്ടി ബാക്കി പെയിന്റ് അടിച്ച് എവിടെയും പ്രശ്നമില്ല കേട്ടോ. ഓ, ഈ പെട്രോൾ ഇറങ്ങിയോണ്ടാണല്ലോ ഇവിടുന്ന് ഇതായത്. അപ്പൊ അണ്ണ ഇടയ്ക്കോ അതോ വർക്ക്ഷോപ്പിൽ കൊടുക്കണോ ഇത്? ഓക്കെ, അപ്പൊ ഇത് എത്ര തോനെ സമയം എടുക്കൂ? ഒരു ദിവസം. അപ്പൊ ഞാനൊരു കാര്യം, ഞാനും ഇക്കായും കൂടെ ഒരു ദിവസം കൊണ്ടുവന്ന് ഇത് അടച്ച് നമുക്കൊന്ന് ടച്ചും ചെയ്തിട്ട് പോകും. ഓക്കെ, അപ്പം ഞാൻ ഉടനെ വരാം കേട്ടോ. മോശമാരെ, അപ്പോൾ ആ പെയിന്റ് അടിക്കുന്ന അണ്ണനെ ഒരുപാട് പേര് വിളിച്ചെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് 1-2 പയ്യന്മാരും ഒന്ന് പണിഞ്ഞായിരുന്നു ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞടാ, അവരെന്നെ വിളിച്ചായിരുന്നു, ഫോണിൽ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞടാ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ അടുത്തുനിന്നാണോ കൊടുക്ക്. കാരണം വെച്ചാൽ പെട്രോൾ 2 വട്ടം വരുമ്പം തന്നെ പെട്രോളിൻ്റെ പൈസ തന്നെ 10,000 രൂപ പത്തില്ല. അപ്പോൾ ഞാനൊന്നും കുഴപ്പമില്ല അണ്ണാ, നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പണിഞ്ഞില്ലേ, നമുക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് ചെക്കന്മാർ ഇവിടെ കൊണ്ടുവന്ന് പണിഞ്ഞു കേട്ടോ. അതൊക്കെയാണ് സ്നേഹം. 5 മേലമുക്കി എത്തി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്താണെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്, ഇത് വെച്ചിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇത് എന്താണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരു 35 രൂപയുടെ സാധനമാണ്, പക്ഷേ നമുക്ക് ബൈക്കേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. വണ്ടി കഴുകണം, ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കുമാണ്, ഭയങ്കര ചൂടുമാണ്, രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. അപ്പം എന്തായാലും വെയിലൊക്കെ അടിച്ച് കൈയൊക്കെ ഒരു പരുവായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് വലിയ എനർജി ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ വേറൊന്നുമല്ല, ഇമ്മാതിരി ചൂടും അടിക്കുന്നുണ്ട്, നോമ്പും കൂടാണ്. അപ്പം നോമ്പും പിടിച്ച് വെയിൽ പിടിച്ച് ആകെ ഡിങ്കോൾഫായിട്ട് നിൽക്കുക. എനിക്ക് ഓട്ടോ 100 രൂപ. ആഹാ,
100 രൂപയ്ക്ക് ബൈക്ക് സർവീസ് ചെയ്യും. ഒന്ന് ചോദിച്ചു നോക്കാം. പൂമച്ചാമരെ നമ്മൾ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കാർ 200 to 300, ബൈക്ക് 100, ഓട്ടോ 100. തിരക്കൊന്നുമില്ല കേട്ടോ. വാഷിങ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മച്ചാന്മാരെ താറ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. താറിൻ്റെ LX, ഓട്ടോമാറ്റിക് അല്ല, LX മാനുവൽ. ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. വണ്ടി എന്തായാലും ഒരു ദിവസം എടുക്കും. ചേട്ടാ എല്ലാ ബൈക്കും കഴിയുന്നതിന് 100 രൂപയുള്ളോ? ബുള്ളറ്റിന് 150 അല്ലേ? ബുള്ളറ്റ് കഴിയുന്നതിന് 150, ബാക്കി എല്ലാ ബൈക്കിനും 100. മോശമാരെ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വാഷിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം 100 ചേട്ടാ താണ്ട. മോശമാരെ വണ്ടി കഴുകി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. 100 രൂപ കൊടുത്തപ്പം വണ്ടി അടിപൊളിയാക്കി തന്നു. 50 രൂപ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പോളിഷും കൂടെ ചെയ്തു തരും കേട്ടോ. നമുക്കിപ്പോൾ എന്തായാലും പോളിഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇനിയിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ. ഞാൻ എവിടെയെങ്കിലും വണ്ടി ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം ആകുമ്പോഴത്തേന് കാണിച്ചില്ല. അവിടെ നല്ല വെയിലായിരുന്നേ. അപ്പോൾ കറക്റ്റ് ക്യാമറയ്ക്കകത്ത് കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് നിർത്തും. ഞാൻ വണ്ടി ഫുള്ള് സെറ്റാക്കിയിട്ട് കാണിച്ചു. പെട്രോൾ അടിച്ചിട്ട് പോകാം കേട്ടോ. പെട്രോൾ അടിച്ചിട്ട് വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാട്ടെ. ചേച്ചി ഒരു 100 രൂപ. 100. ഓക്കെ മച്ചാന്മാരെ വണ്ടിയൊക്കെ വൃത്തിയായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുണ്ട്, സെറ്റപ്പായില്ലേ? 100 രൂപയ്ക്കുള്ള കഴിവൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ എത്ര രൂപയാണ് വണ്ടി കഴിവുന്നതെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അശോക് ഒരു ട്രക്ക് കിടക്കുന്നുണ്ടോ. അപ്പോൾ മച്ചാന്മാരെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം വണ്ടി കഴിയുന്നതിൻ്റെ ഇതൊക്കെ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റാ.